ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹോമിയോ ഹൊറിസോണിൻ്റെ ഒരു പുതിയ ലെക്ചർ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ ദൃശ്യ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫോറൻസിക്കിൽ ഐഡൻറ്റിഫിക്കേഷനാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അതിൽ നമ്മൾ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് എ പേഴ്സൺ ഫ്രം ഹിസ് റേസ് ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. അതിൽ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹൗ ക്യാൻ വി ഡിറ്റർമിൻ ദ ഇൻഡിവിജ്വാലിറ്റി ഓഫ് എ പേഴ്സൺ ഓർ ദ റേസ് ഓഫ് എ പേഴ്സൺ ഫ്രം ബോൺസ്. ഓക്കെ, ബോൺസിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് റേസ് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അതിൽ ആദ്യത്തേതെന്ന് പറയുമ്പോൾ ബോൺസ് വെച്ചിട്ട് നമ്മൾ റേസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുമ്പോൾ മെയിൻലി നമ്മൾ സ്കൾ ബോൺസും ലോങ് ബോൺസുമാണ് യൂസ് ചെയ്യാറുള്ളത്. അതിൽ സ്കൾ ബോൺസിൽ നിന്നും ലോങ് ബോൺസിൽ നിന്നും കിട്ടുന്ന കുറച്ച് ഇൻഡെക്സസിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ റേസിനെ എപ്പോഴും ഡിറ്റർമിൻ ചെയ്യുന്നത്. First of all, we are going to understand the determination of race from skull. സ്കളിൽ നിന്ന് അഥവാ തലയോട്ടിയിൽ നിന്ന് റേസിൻ്റെ നിർണ്ണയം നടത്തുമ്പോൾ അതിനു വേണ്ടി ഉപയോഗിക്കുന്ന കുറച്ച് ഇൻഡെക്സസ് ആണ് സെഫാലിക് ഇൻഡെക്സ്, ഹൈറ്റ് ഇൻഡെക്സ്, നാസൽ ഇൻഡെക്സ് തുടങ്ങിയ 3 ഇൻഡെക്സ്. ഇത് മൂന്നിൻ്റെയും അടിസ്ഥാനത്തിലാണ് സ്കൾ ബോൺ ഉപയോഗിച്ചിട്ട് റേസിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. അതിൽ ആദ്യത്തേത് സെഫാലിക് ഇൻഡെക്സ്. വാട്ട് ഈസ് സെഫാലിക് ഇൻഡെക്സ്? ഇറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഏരിയ ഫോർ UG സ്റ്റുഡൻസ് ആൻഡ് PG സ്റ്റുഡൻസ്. സെഫാലിക് ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാനതിൻ്റെ ഇക്വേഷൻ പറയാം. മാക്സിമം ബ്രെഡ്ത്ത് ഓഫ് ദ സ്കൾ ഡിവൈഡഡ് ബൈ മാക്സിമം ലെങ്ത് ഓഫ് ദ സ്കൾ ഇൻറ്റു 100. നമ്മുടെ കയ്യിൽ ഒരാളുടെ തലയോട്ടിയുണ്ട്. ഈ തലയോട്ടി വെച്ചിട്ട് നമ്മൾ ഇത് ഏത് ഗോത്രവർഗത്തിൽപ്പെട്ട ആളാണെന്ന് കണ്ടുപിടിക്കണം. അങ്ങനെ ഒരു ടാസ്ക് നമുക്ക് കിട്ടി. അപ്പോൾ നമുക്ക് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? മാക്സിമം ബ്രെഡ്ത്ത് ഓഫ് ദ സ്കൾ ഡിവൈഡഡ് ബൈ മാക്സിമം ലെങ്ത് ഓഫ് ദ സ്കൾ ഇൻറ്റു 100 ആണെന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്കിത് ഏത് റേസിൽപ്പെട്ട ആൾക്കാരാണെന്ന് മനസ്സിലാക്കാമെന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഒരു സ്കൾ ഇക്വേഷൻ മാത്രം കിട്ടിയത് കൊണ്ട് നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇക്വേഷനിലുള്ള പാരാമീറ്റേഴ്സ് എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ആദ്യത്തേത് ഏതാണ്? മാക്സിമം ബ്രെഡ്ത്ത് ഓഫ് ദ സ്കൾ. നമ്മുടെ കയ്യിലൊരു തലയോട്ടിയുണ്ട്. ഇതിൻ്റെ മാക്സിമം ബ്രെഡ്ത്ത് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ബ്രെഡ്ത്ത് മീൻസ് എന്താണ്? വീതിയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, അല്ലേ? അപ്പോൾ സ്കളിൻ്റെ മാക്സിമം വീതിയും നീളവും അറിയാമെങ്കിൽ മാത്രമേ ബാക്കി കാര്യങ്ങൾ നമുക്ക് തീരുമാനിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സ്കളിൻ്റെ മാക്സിമം ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്യാൻ 2 പോയിൻറ്റ്സാണ് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത്. അതിൽ ആദ്യത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് ഒന്നുകിൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 ഔട്ടർ മോസ്റ്റ് പോയിൻറ്റ്സ് ഓൺ ദി പരൈറ്റൽ എമിനൻസ്. പരൈറ്റൽ എമിനൻസിൻ്റെ 2 ഔട്ടർ മോസ്റ്റ് പോയിൻറ്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും. അതല്ലെന്നുണ്ടെങ്കിൽ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടിപ്പ് ഓഫ് ദ മാസ്റ്റോയിഡ് പ്രോസസ്സ്. മാസ്റ്റോയിഡ് പ്രോസസ്സിൻ്റെ ടിപ്സ് തമ്മിലുള്ള അകലം. ഈ രണ്ടിലേതെങ്കിലും ഒരു ഡിസ്റ്റൻസ് വെച്ചിട്ടായിരിക്കും നമ്മൾ സ്കളിൻ്റെ മാക്സിമം ബ്രെഡ്ത്ത് കാൽക്കുലേറ്റ് ചെയ്യുക. ദെൻ വാട്ട് ഈസ് ദ മാക്സിമം ലെങ്ത് ഓഫ് ദ സ്കൾ, ഓർ ഹൗ ക്യാൻ വി കാൽക്കുലേറ്റ് ദ മാക്സിമം ലെങ്ത് ഓഫ് ദ സ്കൾ? ദ മാക്സിമം ലെങ്ത് ഓഫ് ദ സ്കൾ, ഇറ്റ് ഈസ് ദ ആൻഡറോ പോസ്റ്റീരിയർ ലെങ്ത് ഓഫ് ദ സ്കൾ, ദാറ്റ് ഈസ് ഫ്രം ഫ്രണ്ട് ടു ബാക്ക്, അല്ലേ? അതായത് ഫ്രം ഗ്ലബല്ല ടു എക്സ്റ്റേണൽ ഒസിപ്പിറ്റൽ പ്രൊട്രൂബറൻസ് വരെയുള്ള ഡിസ്റ്റൻസാണ് മാക്സിമം ലെങ്ത്. സോ മാക്സിമം ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് ഫ്രം 2 സൈഡ് വൈസാണ് നമ്മൾ നോക്കുന്നത്. മാക്സിമം ലെങ്ത് എന്ന് പറയുന്നത് ആൻഡ്രോ പോസ്റ്റീരിയർ ലെങ്തുമാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഡിഫറെൻറ്റ് റേസസിൻ്റെ ഒരു സെഫാലിക് ഇൻഡെക്സ് കുറച്ചുണ്ട്. അത് നമ്മളൊന്ന് അറിഞ്ഞിരിക്കാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നീഗ്രോയിഡ്സ്, പ്യുവർ ആര്യൻസ് ആൻഡ് അബോറിജിൻസ്, ദേ ഹാവ് സെഫാലിക് ഇൻഡെക്സ് ഓഫ് 70 to 75. അതായത് 70 മുതൽ 75 വരെയാണ് അവരുടെ സെഫാലിക് ഇൻഡെക്സ്. അവർ ലോങ് ഹെഡഡ് ആണ്. ദേ ആർ ഡോളിക്കോ സെഫാലിക് പേഴ്സൺസ്. അടുത്തതായിട്ട് കോക്കസോയിഡ്സ്, യൂറോപ്യൻസ്, ഇന്ത്യൻസ്, ചൈനീസ്, ഈ 4 വർഗത്തിൽപ്പെട്ട ആൾക്കാരുടെ സെഫാലിക് ഇൻഡെക്സ് 75 to 80 ആണ്. അവർ മീഡിയം ഹെഡഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. മെസാറ്റി സെഫാലിയം 4M. ഓക്കെ, മെസാറ്റി സെഫാലിക് ആയിട്ടുള്ള ആൾക്കാരാണ് ഇന്ത്യൻസ്, ചൈനീസ്, കോക്കസോയിഡ്സ് ആൻഡ് യൂറോപ്യൻസ്. ദെൻ മംഗ്ലോയിഡ്സ് എന്ന് പറയുമ്പോൾ അവരുടെ സെഫാലിക് ഇൻഡെക്സ് 80 to 85 ആണ്. ദേ ആർ ബ്രോഡ് ഹെഡഡ് ഓർ സ്മോൾ ഹെഡഡ് പേഴ്സൺസ്. അതിനെയാണ് നമ്മൾ ബ്രേക്കി സെഫാലി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ടേബിൾ നമ്മൾ അറിയേണ്ടത് ആവശ്യമാണ്. അടുത്തതായിട്ട് ഹൈറ്റ് ഇൻഡെക്സ്. സ്കളിൽ നിന്ന് നമുക്ക് ഹൈറ്റ് ഇൻഡെക്സ് വഴി നമുക്ക് റേസ് കണ്ടുപിടിക്കാൻ പറ്റും. അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് ഹൈറ്റ് ഓഫ് ദ സ്കൾ ഡിവൈഡഡ് ബൈ ലെങ്ത് ഓഫ് ദ സ്കൾ ഇൻറ്റു 100 എന്ന് പറയുന്ന ഇക്വേഷനാണ്. ലെങ്ത് ഓഫ് ദ സ്കൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഹൈറ്റ് ഓഫ് ദ സ്കൾ എന്ന് പറയുന്നത് ടിപ്പ് ഓഫ് ദ മാസ്റ്റോയിഡ് പ്രോസസ്
തൊട്ട് ബ്രക്മ വരെയുള്ള ഡിസ്റ്റൻസാണ് ഹൈറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി ഹൈറ്റ് ഇൻഡെക്സ് നീഗ്രോയിഡ്സിന് 72, കൊക്കേഷ്യൻസിന് 71, മംഗ്ലോയിഡ്സിന് 75 നെക്സ്റ്റ് ഈ സ്കള്ളിൽ നിന്ന് നമുക്ക് നേസൽ ഇൻഡെക്സ് ഉപയോഗിച്ചിട്ടും റേസ് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇക്വേഷൻ ബ്രെഡ്ത്ത് ഓഫ് ദ നേസൽ അപ്പർച്ചർ ഡിവൈഡഡ് ബൈ ലെങ്ത് ഓഫ് ദ നേസൽ അപ്പർച്ചർ ഇൻറ്റു 100 എന്ന് പറയുന്ന ഇക്വേഷനാണ്. ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് ദ നേസൽ അപ്പർച്ചറും ലെങ്ത് ഓഫ് ദ നേസൽ അപ്പർച്ചറും കിട്ടിക്കഴിഞ്ഞാൽ ഇൻറ്റു 100 ചെയ്യുമ്പോൾ നേസൽ ഇൻഡെക്സ് കിട്ടും. ആൻഡ് നേസൽ ഇൻഡെക്സ് ഫോർ നീഗ്രോയിഡ്സ് ഈസ് 55, മംഗ്ലോയിഡ്സ് ഈസ് 50 ആൻഡ് കോക്കസോയിഡ്സ് ഈസ് 46. സെക്കൻഡ് വൺ ഈസ് നമ്മുടെ ബോൺസ്, ലോങ് ബോൺസ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ റേസ് ഡിറ്റർമിൻ ചെയ്യാമെന്നാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ബോഡിയിലുള്ള ലോങ് ബോൺസ് എന്ന് പറയുന്നത് മെയിൻലി 6 ലോങ് ബോൺസാണ് നമുക്ക് നമ്മുടെ ബോഡിക്കുള്ളിലുള്ളത്. ഹ്യൂമറസ്, റേഡിയസ്, അൾന ഇങ്ങനെ കൈകളിലെ 3 ലോങ് ബോണും, ഫെമർ, ടിബിയ ആൻഡ് ഫിബുല ഇങ്ങനെ കാലുകളിലെ 3 ലോങ് ബോണും, അങ്ങനെ 3+3 ടോട്ടൽ 6 ലോങ് ബോൺസാണ് നമ്മുടെ ബോഡിക്കുള്ളിൽ ഉള്ളതെന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ ലോങ് ബോൺസിൽ നിന്ന് റേസ് കണ്ടുപിടിക്കുന്നത് 4 ഇൻഡെക്സസ് വെച്ചിട്ടാണ്. ബ്രേക്കിയൽ ഇൻഡെക്സ്, ക്രൂറൽ ഇൻഡെക്സ്, ഇൻ്റർമെംബ്രൈൻ ഇൻഡെക്സ് ആൻഡ് ഇൻട്രാമെംബ്രൈൻ ഇൻഡെക്സ്. ഇൻ്റർമെംബ്രൈൻ ഇൻഡെക്സ് ഓർ അല്ലെങ്കിൽ ഇൻട്രാമെംബ്രൽ ഇൻഡെക്സ്, ഇങ്ങനെ 4 ഇൻഡെക്സസ് വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഈസ് ബ്രേക്കിയൽ ഇൻഡെക്സ്. ബ്രേക്കിയൽ ഇൻഡെക്സ് എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദ റേഡിയസ് ഡിവൈഡഡ് ബൈ ലെങ്ത് ഓഫ് ദ ഹ്യൂമറസ് ഇൻറ്റു 100. റേഡിയസിൻ്റെ ലെങ്തിനെ ഹ്യൂമറസിൻ്റെ ലെങ്ത് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ഇൻറ്റു 100 ചെയ്യുമ്പോഴാണ് ബ്രേക്കിയൽ ഇൻഡെക്സ് കിട്ടുന്നത്. ആൻഡ് റിമെമ്പർ ബ്രേക്കിയൽ ഈസ് ദ വേർഡ് റിലേറ്റഡ് ടു ഹാൻഡ്സ്. ഓക്കെ, ബ്രേക്കിയൽ ആർട്ടറി അതൊക്കെ കയ്യിലുള്ളതല്ലേ, അപ്പോൾ കയ്യുമായിട്ട് റിലേറ്റ് ചെയ്ത് അപ്പം കയ്യിലെ ബോൺസാണ് അവിടെ വരുന്നത്. Next one is crural index, that is calculated by length of the tibia divided by length of the femur into 100. And remember, crural is the word related to lower limbs. Okay, അപ്പോൾ lower limb bones ആണ് അവിടെ വരുന്നത്. Length of the tibia divided by length of the femur into 100. Next is intermembranous ഇൻഡെക്സ്. ഇൻ്റർമെംബ്രൽ ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ ലെങ്ത് ഓഫ് ദ റേഡിയസ് പ്ലസ് ഹ്യൂമറസ് ഡിവൈഡഡ് ബൈ ലെങ്ത് ഓഫ് ദ ടിബിയ പ്ലസ് ഫീമർ ഇൻറ്റു 100 ആണ്. ഓക്കെ, ദ നെക്സ്റ്റ് ഈസ് ഇൻട്രാമെംബ്രൽ ഇൻഡെക്സ്, ദാറ്റ് ഈസ് ഹ്യൂമറോഫെമറൽ ഇൻഡെക്സ് അല്ലേ. ദാറ്റ് ഈസ് how can we calculate the humerofemoral index? That is calculated by length of the humerus divided by length of the femur into 100. ഓക്കെ, അപ്പം ഇങ്ങനെ കുറച്ച് വെച്ചിട്ടാണ് നമ്മൾ റേസിൽ നിന്ന് ബോൺസിൽ നിന്ന് നമ്മൾ റേസ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഐഡൻറ്റിഫിക്കേഷൻ ഫ്രം സെക്സിൽ നിന്ന് നമുക്ക് എങ്ങനെ ഐഡൻറ്റിഫിക്കേഷൻ ചെയ്യാമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എല്ലാവർക്കും നന്ദിയുണ്ട്. എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടാതെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ആക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കണ്ടുമുട്ടാം. ടിൽ ദെൻ it's Dr. Dishya signing off.